കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഷൂട്ടിങ്ങിന് എങ്ങനെ പോവും? ഒരു കാര്യം ചെയ്, ചേച്ചി എന്റെ കൂടെ പോര്. ഞാനോ? ഞാൻ വരില്ല. വരില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ചേച്ചി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടും. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പെടും. ശ്രേയെ, ഇത്രയും കഷ്ടപ്പെട്ട് പോകേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് പോലും നീ ഈ വീട്ടിലെ മരുമോളായിട്ട് ജീവിക്കുന്നതാ ഇഷ്ടം. പക്ഷെ നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ആണല്ലോ. അതൊന്നും നല്ലേനല്ല. ഞാൻ നോക്കിക്കോളാം. ദേവേട്ടനിപ്പൊ എന്നെ അമ്പലത്തിൽ ഇറക്കി വിടുവല്ലോ. ചേച്ചി അവിടെ ഭജനക്കിരിക്കണം, എന്നിട്ട് എന്റെ ആഗ്രഹങ്ങൾ നിറവേറണേന്ന് പ്രാർത്ഥിക്കണം. അതിനുള്ളിൽ ഷൂട്ടിങ്ങും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. അമ്മയാണെങ്കിൽ നിവേദ്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കാ. വരുമ്പോ അതും കൂടെ എടുക്കാൻ മറക്കരുത് കേട്ടോ. അതൊന്നും പറ്റില്ല. ചേച്ചി ഒന്നും പറയണ്ട. ഞാൻ പേഴ്സ് മോളി വെച്ചിരിക്കാ. ഒന്ന് പോയി എടുത്തിട്ട് വരാം. ചേച്ചി കാറിന് എടുത്തേക്ക്. ദേവേട്ടന്റെ മുന്നിലേക്ക് ചെല്ലരുതെന്നും ഒന്നിച്ചൊരിടത്തേക്കും പോവരുതെന്നും കരുതിയതാ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ദേവേട്ടൻ എന്നെ പറ്റി എന്ത് കരുതും? എന്താന്നാ പറയാ? ഞാൻ വരണമെന്നൊന്നും ആഗ്രഹിച്ചതല്ല. ശ്രേയ എന്നോട് കൂടെ വന്നേ പറ്റൂ എന്ന് നിർബന്ധിച്ചതുകൊണ്ടാ. വേറെ ഒരു വഴിയുമില്ല. ആനന്ദ്, ഇന്ന് ജോലിക്ക് ചേർന്നതേ ഉള്ളൂ. ഈ ജോലി എനിക്ക് വൈദേഹിയുടെ അച്ഛൻ വാങ്ങിച്ചു തന്നതാ. ദേവൻ സാർ ഒത്തിരി നല്ല ആളാണല്ലേ. ജോലി എന്താണെങ്കിലും സാറിന്റെ കൂടെ തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാൻ പറഞ്ഞു. വൈദേഹി പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. വൈദേഹിയോട് എന്നും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ജോലിക്ക് കേറിയിട്ട് ഒരു ദിവസം പോലും ആയില്ല. വീട്ടിലെ പെമ്പിളേര് പഞ്ചാര അടിക്കുന്നു അവൻ. എന്താ ചേച്ചി നോക്കി നിൽക്കുന്നേ? സമയാകുന്നു, കേറ്. ഇതാരാ? ഓ, ആനന്ദ് അല്ലേ? ആനന്ദ് എന്താ ഇവിടെ? ദേവേട്ടന്റെ കൂടെ ജോലിക്ക് ചേർന്നിരിക്കാ. അച്ഛനാ അത്ര ജോലി മേടിച്ചു കൊടുത്തേ. ആണോ? ആ, എന്നാ ശരി, വാ കേറ്. ഇന്ദുമ്മ പറഞ്ഞു കാണുമല്ലോ, ഞങ്ങളെ ഒന്ന് അമ്പലത്തിനടുത്ത് ഇറക്കി തരണം. അത് വൈദേഹിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഡ്രൈവറെ പറഞ്ഞയക്കാം. നിങ്ങൾ വേറൊരു കാറിൽ പോയാൽ മതി. അതൊന്നും വേണ്ട. ഡ്രൈവർ ഇനി വരുമ്പോ ഒരുപാട് സമയം വൈകും. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ദേവേട്ടാ. ചേച്ചി കേറ് കേറ് ചേച്ചി, സമയം കളയാതെ. പോയി കളഞ്ഞല്ലോ. ആ ചെറുക്കൻ എന്താ വൈദേഹിയോട് വലിയ പരിചയമുള്ള പോലെ. വരട്ടെ, എന്താന്ന് ചോദിക്കാം. നിന്റെ മനസ്സിൽ ഇനി ഞാനോ, എന്റെ മനസ്സിൽ ഇനി നീയോ ഉണ്ടാവില്ല. ഇവിടെ കൊണ്ടെല്ലാം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടയാളെ മറന്ന് ജീവിക്കാന്ന് പറഞ്ഞ അത് വല്ലാത്തൊരു നരകാന്ന് എനിക്കറിയാം. ആ നരകത്തിലേക്ക് ദേവേട്ടനെ തള്ളിയിട്ടതിന് എന്നോട് ക്ഷമിക്ക് ദേവേട്ട. പക്ഷെ ദേവേട്ടൻ ഇത് തന്നെയാ നല്ലത്. എന്നിൽ നിന്നും എന്റെ ചിന്തകളിൽ നിന്നും ദേവേട്ടൻ അകന്നു പോവണം. അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ എന്നെ പൂർണ്ണമായും ദേവേട്ടൻ മറന്നോളൂ. എന്തോ ചേച്ചി? കണ്ണിൽ പൊടി പോയതാ.
ഈശ്വര, സമയമുണ്ട്, കൃത്യസമയത്ത് എത്താനൊക്കെ പറ്റും. ശരിക്കും ടെൻഷനായിപ്പോയി. ഒരു വിധത്തിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ. ദൈവം അനുഗ്രഹിച്ച ഈ ഷൂട്ടിങ്ങും തടസ്സങ്ങളൊന്നുമില്ലെന്ന് നടന്നാ മതിയായിരുന്നു. ഹലോ ഇന്ദു, ഞാൻ മന്ധരയാ സംസാരിക്കുന്നത്. മന്ദരെ, എന്തൊക്കെയുണ്ട്? പറയേ, ശ്രേയ മോളോട് സംസാരിക്കാൻ വിളിച്ചതാണോ? ഇപ്പോഴാ രണ്ടാളും കൂടി അമ്പലത്തിലേക്ക് പോയെ. അതൊന്നുമല്ല, ഇന്ദുവിനോട് സംസാരിക്കാനാ ഞാൻ വിളിച്ചത്. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ആനന്ദെന്നൊരു ചെറുക്കൻ ജോലിക്ക് ചേർന്നിട്ടുണ്ടല്ലേ? അതെ, ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഔട്ട് ഹൗസിൽ തന്നെ അവൻ താമസിക്കുന്നത്. അവനെക്കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പം വിളിച്ചത്. അവൻ ആളെങ്ങനെയുണ്ട്? ആ, നന്നായിരിക്കുന്നു. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. എന്നാലും നോട്ടൊന്നും അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അങ്ങനെ എന്താ അവൻ ചെയ്തേ? നല്ല സ്വഭാവമുള്ള ചെറുക്കനാണല്ലോ. അല്ലാന്നുണ്ടെങ്കില് എന്റെ മോൻ അവനെ അങ്ങോട്ട് പറഞ്ഞയക്കുവോ? തെറ്റായിട്ട് വല്ലതും പെരുമാറിയോ അവൻ? ഈ ആമ്പിള്ളേരുടെ ബുദ്ധിയെ. ജോലിക്ക് കയറിയിട്ട് ഒരു ദിവസം പോലും ആയില്ല. നമ്മുടെ വീട്ടിലെ പെമ്പിള്ളേരോട് സംസാരിക്കാനാ ഇഷ്ടം. അയ്യോടാ, ഇവൻ എനിക്ക് പ്രയോജനപ്പെടുന്നല്ലേ കരുതിയത്. അവിടെ അവൻ ആരെയായിരിക്കും നോക്കിയത്? ആരോടാ ഇന്ദു അവൻ അങ്ങനെ പെരുമാറിയത്? നമ്മുടെ വൈദേഹിയോട് തന്നെ. അത് കൊള്ളാം. ഈ അനാഥപ്പുഴുവിനെ കുറിച്ചാണോ വലിയ കാര്യത്തിൽ ഇവര് പറഞ്ഞത്? വൈദേഹിയോടായിരുന്നോ? വേറെ ആരോടെങ്കിലും തെറ്റായി പെരുമാറിയോന്ന് ഞാനങ്ങ് പേടിച്ചുപോയി. വൈദേഹിയോട് അവൻ സംസാരിക്കുന്നത് തെറ്റൊന്നും ഇല്ല ഇന്ദു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ? നേരിട്ട് ചോദിക്കാൻ നോക്കിയപ്പോഴേക്കും ദേവിന്റെ കൂടെ അവൻ ഓഫീസിലേക്ക് പോയി കളഞ്ഞു. തിരിച്ചു വന്നിട്ട് വേണം ചോദിക്കാൻ. എങ്ങനെയെങ്കിലും അവനെ ഞാനിവിടുന്ന് പുറത്ത് ചാടിക്കും. അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ഇന്ദു. ഇങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് കരുതിയാ ഫോൺ ചെയ്തേ. ആ ആനന്ദിന് വൈദേഹിയെ വലിയ ഇഷ്ടായിരുന്നു. വൈദേഹിക്ക് അങ്ങനെയൊക്കെയാ. ആനന്ദിനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അതെയോ? അവരങ്ങനെയായിരുന്നു. അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്താലോന്നാ ഞാൻ ചിന്തിക്കുന്നേ. ആ. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളഞ്ഞു. ആ, അത് പിന്നെ ഇക്കാര്യം ഈയിടെയാണ് ഞങ്ങൾ പോലും അറിഞ്ഞത്. എന്നാ പിന്നെ അതങ്ങ് വിളിച്ച് പറഞ്ഞേക്കാന്ന് കരുതി. അതെന്തായാലും നന്നായി മന്ദിരം. വൈദേഹിക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അവനെ തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുത്തേക്കാം. ഇനിയിപ്പോ വേറെ ആരെയും നോക്കണ്ടല്ലോ. എന്നോട് പറഞ്ഞില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ഒത്തിരി സന്തോഷായി. എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ? ശരി, വച്ചോളൂ. ഇനി പിടിച്ചോളാടി. ഇവനോടുകൂടി എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഇവൾ അകന്നു പോയാ മതിയായിരുന്നു. ജയനന്ദ ഇതുവരെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അയക്കാത്ത? അപ്പോഴേ അയക്കാന്ന് പറഞ്ഞതാണല്ലോ. അയച്ചല്ലോ. സാർ, സാർ, എന്താണെന്തേ? ഓഫീസിലേക്കെല്ലാം മറ്റെവിടേക്കാണെന്ന് പറഞ്ഞിട്ട് എവിടേക്കാണെന്ന് പറഞ്ഞില്ല. അത് പിന്നെ ദ്വാരക റിസോർട്ട്സ്. ദ്വാരക റിസോർട്ട്സോ? ട്രസ്റ്റിന്റെ വേറെന്തോ കാര്യത്തിന് പോവാണെന്നല്ലേ ദേവൻ സാറ് പറഞ്ഞത്? പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് റിസോർട്ടിലേക്ക്? ആ റിസോർട്ട് നമ്മൾ വാങ്ങിക്കാൻ പോവാ. അവിടെ നമ്മൾ ഈ പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നത്. അക്ഷയപാത്ര എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. ഇവിടെ ഈ പരിസരത്ത് ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. അവിടെ താമസിക്കുന്ന പട്ടിണി പാവങ്ങളുടെ വയറ് നിറയ്ക്കുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഞാൻ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യമാണിത്.
നല്ലൊരു കാര്യമായിട്ട് തന്നെ സാറേ തുടങ്ങുന്നത്. ഒരു വിഘ്നവും ഉണ്ടാവില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 3 ദിവസത്തിനുള്ളിൽ യാഗം നടത്തണം. അക്ഷയപാത്രം പ്രോജക്റ്റ് തുടങ്ങുകയും വേണം. ദ്വാരക റിസോർട്ട്സ് അത് ശരിക്കൊരു ദ്വാരകയായി മാറ്റണം. വീണ്ടും യാഗോ? ഇവളാണെങ്കിൽ ഷൂട്ടിങ്ങിനും പോവാണല്ലോ. എന്താവോ എന്തോ. എപ്പോഴും ഈ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? സ്ഥലം ഏതാ പറഞ്ഞെന്നെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചല്ലോ. എന്താ അങ്ങനെ ചോദിച്ച? അല്ല, എവിടെയാണെന്ന് ശ്രേയ പറഞ്ഞത്? ദ്വാരക റിസോർട്ട്സ്. അത്രയെങ്കിലും അവള് കേട്ടല്ലോ. എന്തായാലും ഇവിടുത്തെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഷൂട്ടിംഗ് പ്രാന്ത് ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നതെന്ന് ചോദിച്ച അതുപോലും എനിക്ക് അറിയില്ലെന്ന് കരുതിയോ? എവിടെയാണെന്ന് എന്തിനാ ചേച്ചി ചോദിക്കുന്നത്? എന്നാ ശരി ചേച്ചി, ഇപ്പൊ പോയാലേ അവിടെ എത്താൻ പറ്റൂ. ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ എത്തിക്കോളാം. ആ സമയം ചേച്ചി ഇവിടെ ഭജനയ്ക്ക് ഇരുന്നാ മതി. ചേച്ചിക്ക് ഇതൊക്കെ ശീലമുള്ളതല്ലേ. ആ പിന്നെ ചേച്ചി, നിവേദ്യം മേടിക്കാൻ മറക്കല്ലേ കേട്ടോ. അമ്മ ചോദിക്കുന്നുള്ളത് ഉറപ്പാ. നിവേദ്യമായിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞിരിക്കല്ലേ. ഇനി കൊണ്ടുപോയില്ലെങ്കിൽ അമ്മയ്ക്ക് വല്ല സംശയം തോന്നിയാലോ. എങ്കിൽ ശരി, ഞാൻ പോട്ടെ. ശ്രേ, ഒന്നിവിടെ നിന്നേ. എന്താ ചേച്ചി, എനിക്കിനി നിക്കാൻ സമയമില്ല. വീണ്ടും വീണ്ടും പറയാണെന്ന് നീ എന്നോട് ദേഷ്യപ്പെടുന്നു വേണ്ട. കാറിൽ വെച്ച് ദേവേട്ടൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ അല്ലേ? ദേവേട്ടൻ അധികാരം സ്വീകരിച്ചതിനു ശേഷം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യ അക്ഷയപാത്രം. ഒത്തിരി പേരുടെ പട്ടിണി മാറ്റാനായിട്ടുള്ള വലിയൊരു ഉദ്യമായത്. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി? എന്താ ശ്രേയ നീ അങ്ങനെ ചോദിച്ചത്? ആ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ദേവേട്ടനും നീയും കൂടി ഒരു യാഗം ചെയ്യണം. നീ ഇനിയിപ്പോ ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് യാഗത്തിന്റെ അന്നും ഇവിടുന്ന് മുങ്ങാനുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേക്ക്. അന്നത്തെ കാര്യം അന്ന് നോക്കാ ചേച്ചി. ഇനി അന്നും ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ജയനെങ്ങാനും വിളിച്ചാ പിന്നെ നീ എന്ത് ചെയ്യും? അന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പാ ചേച്ചി. ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? വീണ്ടും യാഗത്തിന്റെ അന്ന് മുങ്ങാന്ന് വല്ല പ്ലാനും ഉണ്ടോ? പണ്ടത്തെ പോലെ മുഖം മറിച്ച് എന്നെ പിടിച്ചിരുത്താൻ ഈ യാഗത്തിന് തട്ടൊന്നും ഉണ്ടാവില്ല ശ്രേയ. വീട്ടിലെ മരുമോളുടെ സ്ഥാനത്ത് നിനക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ. ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ചേച്ചി, ഇനി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനില്ല. ചേച്ചി വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോ. ആ വീട്ടിലെ മരുമകളായിട്ട് നിന്നാ അവിടുത്തെ അടുക്കളയിലും ബെഡ്റൂമിലും ആയിട്ട് എന്റെ ജീവിതം ഒതുങ്ങും. വീട്ടുപണിയൊക്കെ ആയിട്ട് ജീവിതം തൊലക്കേണ്ടി വരും. പകരം ഞാനൊരു സിനിമ ഹീറോയിൻ ആയാലോ? എന്റെ സ്ഥാനം പിന്നെ ആരാധകരുടെ ഹൃദയത്തിലായിരിക്കും. ഒരു സ്റ്റാറായിട്ട് ഞാനിങ്ങനെ വെലസി നടക്കും. എനിക്കത് മതി. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. എന്റെ ഷൂട്ടിംഗ് നന്നായിട്ട് നടക്കണമെന്നും ഞാനൊരു വലിയ ഹീറോയിൻ ആകണമെന്നും ദൈവത്തോടൊന്ന് പറഞ്ഞേക്ക്. പോയിട്ട് വരാട്ടോ. പറഞ്ഞ സമയത്ത് ഈ പെണ്ണ് തിരിച്ചെത്തുമെന്ന് ആർക്കറിയാം? ഇത് 50 ഏക്കറുണ്ട്. നടുവിലാണ് റിസോർട്ട്. നിങ്ങളുടെ അക്ഷയപാത്രം പ്രോജക്റ്റിന് പറ്റിയ സ്ഥലമാണ്. ചുറ്റും ഞാനൊന്ന് കാണിക്കാം. വാ. ഇവിടെ ഇപ്പം ആരും വരാറൊന്നുമില്ലേ? കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അഡ്വാൻസ് തന്നതിന് ശേഷം ഗസ്റ്റുകളെ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല.
ഷോട്ട് ഓക്കെ. Wow! Super Shrey! Congratulations! What a grace! What a dance yaar! ഇനി തൊട്ട് നോക്കിക്കോ, വെച്ചടി കയറ്റമായിരിക്കും. സൂപ്പർ എക്സലന്റ്. Come on! അല്ല അതെന്താ? അത് ഏതോ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ്. 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് പറയാ, ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം സാർ, അവര് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന, അതുകൊണ്ടാണ് കൊടുത്തത്. ഇന്നും നാളെ പിന്നെ ഉണ്ടാവില്ല. ഇതോടെ ഞങ്ങൾ എല്ലാം നിർത്തുക. Wow! Super! Excellent! Come on, Shreya! Perfect. Excellent. Super. Perfect, Shreya! Graceful അല്ലേ? അടിപൊളി! Come on! ശ്രേയ, Come on! ഗംഭീരായിരുന്നു കേട്ടോ. കൊള്ളാം. അടിപൊളി. നന്നായി ചെയ്തു. Thank you. Excellent. വെരി ഗുഡ് Okay, okay, സിയ. good, good. എക്സലന്റ്. നന്നായിരുന്നു. നല്ല ടാലന്റഡ് ആണല്ലോ. ഓക്കെ, റെഡി ഫോർ ടേക്ക്. കം ഓൺ, ഫീൽ ക്ലിയർ. Okay, okay. Wow! Retake the shot. Super! Awesome! സാർ, സാറിന് ഷൂട്ടിംഗ് കാണാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലല്ലേ? നിനക്കിഷ്ടമാണെങ്കിൽ പോയി കണ്ടിട്ട് വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. അയ്യോ വേണ്ട സാർ, എനിക്കിതിലൊന്നും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. എന്തുപറ്റി ഷോക്ക് അടിച്ച പോലെ നോക്കി നിൽക്കുന്ന? എനിക്കെന്താ ഈ അമ്പലത്തിൽ കാര്യമെന്നാണോ? നിന്റെ ശ്രേയയ്ക്ക് പെട്ടെന്ന് ഭക്തി മൂത്ത പോലെ എനിക്കും എന്തൊക്കെയോ പറ്റി. അമ്പലത്തിലേക്ക് വരണമെന്ന് തോന്നി. വൈദേഹി, നിങ്ങൾ വന്ന അതേ അമ്പലത്തിലേക്ക് ഞാനും വന്നതെന്താന്ന് ഡൗട്ട് വല്ലതുണ്ടോ? ജസ്റ്റ് കോയിൻസിഡൻസ്, അത്രയുള്ളൂ. അതിരിക്കട്ടെ, ശ്രേയ എവിടെ? അത് അവള് അകത്ത് പൂജാരിയെ കാണാൻ പോയിരിക്കാം. ഓ, ഐ സി. അപ്പോ ശ്രേയ അകത്ത് പൂജ ചെയ്യാൻ പോയെങ്കിൽ നീ ഈ വെയിലത്തെന്തെടുക്ക? ഞാൻ പ്രദക്ഷിണം ചെയ്യായിരുന്നു. പൂജയ്ക്ക് ഞാൻ ഇരിക്കണ്ടല്ലോ. ഓ,
ഇളയവള് പൂജ, മൂത്തവള് പ്രദക്ഷിണം. അടിപൊളി. എന്നാലേ അവൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നീ വാ. ഊർമിളേച്ചി വേണ്ട. എന്താ വേണ്ടാത്ത? അല്ല, അവളങ്ങകത്ത് സരസ്വതി പീഠത്തിലാ ഭജനയ്ക്കിരിക്കുന്നെ. മറ്റാരെയും അങ്ങോട്ടേക്ക് കടത്തി വിടാറില്ലത്രേ. അവിടെ അത്രയ്ക്ക് സ്ഥലവും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ പോലും ഇവിടെ നിൽക്കുന്നേ. അതെയോ? എന്നാ കുഴപ്പമില്ല. ഷൂട്ടിംഗ് ഒക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഷൂട്ടിംഗ് എന്താ? ഒന്നുമില്ല. ഇങ്ങനെ ഭജനയും പാട്ടും ഒക്കെ ആവുമ്പോ അത് കഴിഞ്ഞ് അതൊക്കെ ഇരുന്ന് കാണാൻ ഷൂട്ട് ചെയ്ത് വെക്കാറ് പതിവില്ലേ? അങ്ങനെ വല്ല ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോന്ന് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഈ അമ്പലത്തില് ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ വേണ്ട. എത്ര നേരമെന്ന് വെച്ചാ നീ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ബാ, ശ്രേയ വന്ന ശേഷം നമുക്ക് ഒന്നിച്ചങ്ങ് പോയേക്കാം. അതൊന്നും വേണ്ട. ഭജന കഴിയാൻ വൈകുന്നേരം ആവുന്നാ പറഞ്ഞേ. ഊർമിളേച്ചി പൊക്കോളൂ, ഞങ്ങൾ വൈകുന്നേരം വന്നോളാം. സോ ഇപ്പൊ നിനക്ക് എന്നെ ഇവിടുന്ന് ഓടിച്ചേ പറ്റുമല്ലേ? അങ്ങനെയൊന്നല്ല ഊർമിളേച്ചി. അതുവരെ ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓക്കേ, ഞാൻ പോയിക്കോളാം. നിന്നെ എനിക്ക് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. വേറൊരിടത്ത് ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടത്തേക്ക് പോയിക്കോളാട്ടോ. എന്താ നോക്കുന്ന? ഷോപ്പിങ്ങിന് പോവാ. സീ യു. ഊർമിളേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഉറപ്പാ എന്തോ സംശയം തോന്നിയിട്ട് പുറകെ വന്നതാ. ഇനി ഊർമിള ചേച്ചിക്ക് എങ്ങാനും ശ്രേയയുടെ ഷൂട്ടിങ്ങിന്റെ കാര്യം അറിയാവോ?